എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസം കൂടി രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് എൻട്രൻസ് ഉണ്ട്, ഈയിടെ പണിതാണ്. പിന്നെ രാവിലെ പോകുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന അധ്വാനിക്കുന്ന മനുഷ്യരെയാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു എനർജിയാണ്. നമുക്ക് തന്നെ ജോലിക്ക് പോകുമ്പോഴത്തേക്കിനും ഇവരുടെയൊക്കെ ആ ഒരു വർക്ക് കാണുമ്പോൾ നമുക്കും ഒരു എനർജിയാണ്. നമ്മുടെ സ്വന്തം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് എൻട്രൻസ് വഴി എസ്കലേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ചാടി കയറിപ്പോയി പെട്ടെന്ന് തന്നെ ട്രെയിൻ പിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ കയറി കറക്റ്റ് സമയത്ത് വരുന്നതുകൊണ്ട് ഏതായാലും ട്രെയിൻ കിട്ടുന്നുണ്ട്. ലേറ്റ് ആകാത്തതുകൊണ്ട് ട്രെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ രാവിലെ നമ്മൾ കറക്റ്റ് ട്രെയിനിൻ്റെ സമയത്ത് വന്ന് ട്രെയിൻ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പിന്നെ മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ കുറച്ചൊക്കെ നല്ലതാണ്, കാരണം നമുക്ക് ആ ഒരു സമയം കീപ്പ് ചെയ്ത് വരാനും പറ്റും. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. ഈ പാലരുവിയുടെ ആ ഒരു രസമാണ് ഇങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്തു പോകുക എന്ന് പറയുന്നത്. മഴക്കാലത്ത് ട്രെയിൻ യാത്രകൾ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രിയും കൂടെ ആണല്ലോ, ഈ പച്ചപ്പൊക്കെ നിറച്ച്. നമ്മളൊക്കെ ആക്ച്വലി ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ജനിക്കാനും. നമുക്ക് ഓരോ ദിവസവും പിന്നെ ഓരോ എക്സ്പീരിയൻസും ആണല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. ജീവിതം വെറുതെ കടന്നു പോകാൻ അനുവദിക്കരുത് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. സത്യത്തിൽ ജീവിതത്തിലെല്ലാം പെർഫെക്റ്റ് ആവുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, യാത്ര ചെയ്യുക, പുതിയ സ്ഥലങ്ങൾ കാണുക, ആൾക്കാരോട് സംസാരിക്കുക, പുസ്തകം വായിക്കുക, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ബ്ലെസ്ഡ് ആണ് നമ്മൾ. പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. പച്ചപ്പ്, മഴത്തുള്ളികൾ, ചെറിയ വീടുകൾ, വഴികൾ എല്ലാം കൂടി ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. പിന്നെ പറ്റുമ്പോഴൊക്കെ പുസ്തകം വായിക്കാനും ശ്രമിക്കും. നമ്മുടെ ബിസി ലൈഫിൽ നമ്മളെ തന്നെ മറന്നു പോകുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ട്രെയിൻ ജേർണി പോലെയുള്ള ചെറിയ മൊമെൻറ്റ്സ് നമ്മളെ വീണ്ടും നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരും. രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തും വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും എത്രയോ ആളുകളാണ് അവരവരുടെ സ്വന്തം ജീവിതത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ഒരാളാണ് ഞാനും. പക്ഷെ അതിനിടയിലും ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയണം. അങ്ങനെ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ ആകാറായിട്ടുണ്ട്. രാവിലെ ഒരു ഫ്രഷ്നെസ് ആണ് ഈ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതും ഒരു ബുക്ക് വായിക്കാൻ സാധിക്കുന്നതൊക്കെ ഹാപ്പിനെസ് ആണ്. വലിയ വലിയ യാത്രകൾ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ, അത് ജോലിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ യാത്ര ചെയ്യുക. പിന്നെ ട്രെയിൻ നമ്പർ 66307 എറണാകുളം ജംഗ്ഷൻ കൊല്ലം മെമു ആണ്. അങ്ങനെ മെമുവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. जाने वाली प्लेटफॉर्म क्रमांक 2 पर आ रही है. അങ്ങനെ നമ്മുടെ ട്രെയിൻ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പം സമയത്ത് ജോലിക്ക് എത്താൻ വേണ്ടിയുള്ള ഓട്ടമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സ്വാമീസിലാണ് വന്നത്. നമ്മുടെ ആലുവയിലുള്ള ഒരു ഫേമസ് വെജിറ്റേറിയൻ കടയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറും
കറികളൊക്കെ ആയിട്ട് ഒരു വെജിറ്റേറിയൻ മീൽസ് തന്നെ പറഞ്ഞു. ഓഫീസിൽ പോയി ജോലിയൊക്കെ ചെയ്തിട്ട് ജോലി കഴിഞ്ഞിങ്ങനെ ഇറങ്ങി. അപ്പം ഞാൻ ഈ ഒത്തിരി പേരെ ഇങ്ങനെ കാണാറുണ്ട്, ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ ഒരു നേരത്തിന് ആഹാരത്തിന് വഴിയില്ലാത്തവരെയും ഒക്കെ. ജീവിതത്തിൽ പലരും അവരവരുടെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് പുതിയ ലോക്കോ ഒക്കെ വെച്ചാണ്, സാധാരണ ഈ ലോക്കോ അല്ല ഇന്ന്, പക്ഷേ 51025 ന്യൂ കാത്തനി ജംഗ്ഷൻ്റെ ഒരു ലോക്കോ ഒക്കെ വെച്ചാണ് പാലരുവി എക്സ്പ്രസ് വന്നത്. അങ്ങനെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടയത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ അക്ഷരങ്ങളും മാപ്പിൻ്റെ അകത്ത് അക്ഷരങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ കാണാൻ പറ്റും. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ സെക്കൻഡ് എൻട്രൻസിൻ്റെ അവിടെയാണ് കേട്ടോ ഇത് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വാഴ്ച പള്ളി വന്നു. അങ്ങനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ചെറിയ നിമിഷങ്ങൾ തന്നെയാണ് ജീവിതം അല്ലേ. തിരിച്ചു പോകുന്ന വഴി അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.